ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ഒരു വലിയ അപകടമാണ് മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടയിൽ ഇന്നലെ ഉണ്ടായത്. ഈ ആന ഇടഞ്ഞ സമയത്ത് ആളുകളെല്ലാം പരിഭ്രാന്തരായി ഓടുകയും ആ തിക്കിലും തിരക്കിലും പെട്ട് മൂന്ന് പേർ മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. രണ്ടാനകളായിരുന്നു, പീതാംബരനും ഗോകുലും എന്ന ആനകളായിരുന്നു ഉത്സവത്തിനായിട്ട് ഉണ്ടായിരുന്നത്. ഇത് നാട്ടുകാരെല്ലാം പറയുന്നതനുസരിച്ച് ഈ വെടിക്കെട്ടിന്റെ പടക്കം പൊട്ടിച്ചതിന്റെ ശബ്ദം കേട്ട് പീതാംബരൻ എന്ന ആന ഓടിയപ്പോൾ ഗോകുൽ എന്ന ആനയെ കുത്തുകയും പിന്നീട് തൊട്ടടുത്തുണ്ടായിരുന്ന അമ്പലത്തിലെ തന്നെ ഒരു കെട്ടിടം തകർന്നു വീഴുകയും അതിലും തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടിട്ടാണ് ആളുകൾ മരിച്ചത് എന്നാണ്. ഇന്നിപ്പോൾ ഈ അല്പസമയം കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മരിച്ച രാജന്റെയും ലീലയുടെയും അതുപോലെ തന്നെ അമ്മുക്കുട്ടി അമ്മയുടെയും മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തിക്കും. ഇവിടെ തന്നെയുള്ള തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് മാവിൻ ചുവടിൽ ഇവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനും വെക്കുന്നുണ്ട്. മരിച്ച രാജന്റെ സഹോദരൻ ദാസേട്ടൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്? വിദേശത്ത് നിന്ന് മകനെത്താണ്ട് അമ്മക്കുട്ടിയമ്മയുടെയും ലീലയുടെയും ഒക്കെ സാഹചര്യം അവര് വിദേശത്താണോ? അമ്മിക്കുട്ടിയമ്മേന്റെ 5 ആള് വിദേശത്തുണ്ട്, ലീലേന്റെ മോൻ വിദേശത്താണ്. ഇന്നലെ ഈ രാജന്റെ കൂടെ നിങ്ങളും ഈ ഉത്സവത്തിന് ഒരുമിച്ചാണോ പോയിരുന്നത്? ഞങ്ങള് രണ്ടാളും കൂടി ഭക്ഷണം വീട്ടിൽ കഴിച്ച് രണ്ടാളും കൂടി 3:30 മണിയാകുമ്പോൾ അങ്ങോട്ട് പോയതാണ്. അന്നേരമാണ് ബാക്കിൽ നിന്നുള്ള ആന മുന്നത്തെ ആനനെ കുത്തിയപ്പോൾ അത് തിരിഞ്ഞ് ഒച്ച ഉണ്ടായപ്പോൾ ഞാൻ വേഗം ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറിയിരുന്നു. അപ്പോഴേക്ക് ആന ഈ ഒരു സെക്കൻഡോട് എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ആന തിരിഞ്ഞ് വന്ന് ബാക്കിലെ ദേവസ്വം ബോർഡ് ഓഫീസ് കുത്തിയിടിച്ച് അതുപോലെ തിക്കിലും തിരക്കിലും വീണുപോയി. പിന്നെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടമൊക്കെ അവരുടെ നേരത്തെ വീണു. ദാസേട്ടനോട് രക്ഷപ്പെടാൻ പറ്റും, പക്ഷെ രാജേട്ടൻ അത്ര ഓടാൻ പറ്റിയില്ല. അവൻ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഞാൻ ഓടിയ ഭാഗത്തേക്ക് ആന വന്നില്ല. ഈ കാണുന്ന റോഡും ഈ അമ്പലവും തമ്മിൽ ഒരു 50 മീറ്ററിന്റെ ദൂരം മാത്രമേ ഉള്ളൂ. ഏകദേശം ഈ കാണുന്ന ഭാഗത്ത് വെച്ചാണ് ഈ പടക്കം പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് പീതാംബരൻ ഗോകുൽ എന്ന 2 ആനകളും നിന്നിരുന്നത്. ആ പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ടാണ് പീതാംബരൻ എന്ന ആന ഓടിയത്, ഇടഞ്ഞത് എന്ന് ഈ നാട്ടുകാർ പറയുന്നുമുണ്ട്. എന്തായാലും അതിലൊക്കെ ഒരു കൃത്യമായ അന്വേഷണം ഇനിയും വേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. വനം വന്യജീവി വകുപ്പിനോട് മന്ത്രി എ കെ ശശീന്ദ്രൻ അതിൽ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ 3 പേരുടെയും മൃതദേഹം പൊതുദർശനത്തിനായി കുറവിലങ്ങാട് മാവിൻ ചുവടിൽ എത്തിക്കുകയും ചെയ്യും. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.